കല്ലുംപുറം സ്വദേശി കല്ലുളുമ്പിൽ PC തങ്ക ടീച്ചർ എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച രാവിലെ എഴുത്തുകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. പഴഞ്ഞി KSEB റിട്ടയർ സബ് ഇൻസ്പെക്ടറായ പരേതനായ C ശങ്കരന്റെ ഭാര്യയാണ്. നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ടീച്ചറമ്മയായ തങ്ക ടീച്ചർ മലപ്പുറം പുലാനൂർ ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളായി 2003 വിരമിച്ച ശേഷമാണ് ബാല്യത്തിൽ ഏറെ ഇഷ്ടമായിരുന്ന എഴുത്തും അക്ഷരങ്ങളും ചിന്തകളും സാഹിത്യവും കവിതകളെയും കഥകളെയും ഏറെ സ്നേഹിച്ചത്. 74 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന ടീച്ചർ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനപ്പുറമായി സ്വന്തമായി രചിച്ച കവിതകളും കഥകളുമാണ് മായാത്ത ഓർമ്മകൾ, ഒരു പിടി കവിതകൾ എന്നീ 2 പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ച് ഞായറാഴ്ച പ്രകാശനം നടത്തുന്നത്. കുന്നംകുളം കക്കാട് സ്കൂൾ, ഇയാൾ സമാജം സ്കൂൾ, മർത്തങ്കോട് ഗവൺമെന്റ് സ്കൂൾ, കുന്നംകുളം ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി 10ാം തരം പഠിച്ച ടീച്ചർ ബാലസാഹിത്യ മത്സരങ്ങളിലെ മികച്ച കലാതാരമായിരുന്നു. മമ്മിയൂർ LF കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും കരസ്ഥമാക്കി തൃശൂർ വിമല കോളേജിൽ ബിരുദാനന്തര ബിരുദവും നേടി. തിരൂരങ്ങാടി തിരൂർ ബോയ്സ് ഹൈസ്കൂൾ അധ്യാപികയായ ടീച്ചർ നീണ്ട 22 വർഷം ചങ്ങരംകുളം മൂക്കുതല P ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ്, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് മുറികളിൽ അറിവുകൾ പകർന്നു നൽകുന്നത് സംഗീതം പോലെ ആസ്വദിക്കുവാൻ കഴിഞ്ഞിരുന്നതിനാൽ PC തങ്ക ടീച്ചർ വിദ്യാർത്ഥികളുടെ സ്നേഹനിധിയായ ടീച്ചറമ്മയായി. നിരവധി പുസ്തകങ്ങളിൽ കഥയും കവിതയും രചിച്ചിട്ടുണ്ട്. 2023-24 ഇന്ത്യൻ റൈറ്റേഴ്സ് ഫോറം SK പൊറ്റക്കാടിന്റെ സ്മരണാർത്ഥം സംസ്ഥാന തലത്തിൽ നടത്തിയ യാത്രാ വിവരണം സമാഹാരത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. എല്ലാവരുമായി സൗമ്യമായി ഇടപഴകുകയും സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയുമായി തറവാട്ട് വീട്ടിൽ പുസ്തക പ്രകാശനത്തിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബം. ബാബു, ഷിബു, ബബിത, സുബിൻ എന്നിവർ മക്കളും ബബിത, ജിതിക, വേലായുധൻ, ജിജി എന്നിവർ മരുമക്കളുമാണ്. ഞായറാഴ്ച കല്ലുംപുറം KCCF ഹാളിൽ രാവിലെ 10:30 നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പ്രചോദനം വെച്ചാല് ചെറുതിലേ മുതൽക്ക് ഈ വക കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കൊച്ചുനാളിലെ തന്നെ ഗ്രാമങ്ങളില് അന്ന് ഇതായിരുന്നു എഴുതുക എന്നുള്ള ഒരു ഇല്ലേ, നമ്മുടെ എന്താ പറയാ മാസിക, എഴുത്തു മാസിക വീട്ടിൽ വെച്ചിട്ട് അത് എന്റെ ചേട്ടനുണ്ട്, ചേച്ചിയുടെ അത് വല്യച്ഛന്റെ മകൻ ദേവൻ അങ്ങേര് മരിച്ചു. പുള്ളിയാണ് അതിന്റെ ഇത് എഴുതണത്. അപ്പൊ ഒരു ബണ്ടില് കടലാസ് കുറഞ്ഞ നല്ല ഹാൻഡ് റൈറ്റിങ് കുറെ ചേട്ടൻ എഴുതും, കുറെ ഞാനും എഴുതും. ചെറുപ്പം മുതൽ ഇങ്ങനെ എഴുതാനുള്ളത് അല്ല, കഥയും എഴുതല്ല, അങ്ങനെ ഒരു ടെൻഡൻസി. പിന്നെന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്സിലും എന്റെ അച്ഛനും എന്നെയും പഠിപ്പിച്ച ഒരു സാറിന് മാത്തു മാസ്റ്റർ. അത് സമാജം സ്കൂൾ, എയ്യാൽ സമാജം സ്കൂളിലായിരുന്നു ഞാൻ. 2023 ആകുമ്പോഴേക്കും അവിടെ മാറി. 2003 പ്രൊമോഷൻ ആയി പോയി. അതിനു മുമ്പ് മൂക്കോല ഇരിക്കുമ്പോ തന്നെ +2 വന്ന കാലം ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. ഇവിടെ വണ്ടൂര് സ്കൂളിലേക്ക് ഇത് പ്രിൻസിപ്പാളല്ല, ഇത് +2ലേക്ക് സെലക്ഷൻ കിട്ടിയേ. അപ്പോ കൊച്ചു പിള്ളേരുള്ളതായ കാരണം തന്നെ ഒരു ജോലി പെർമനന്റ് ആയിട്ട് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം അവിടെ. ഇപ്പൊ പിന്നെ ഞാനത് പോയില്ല. ഇന്നത്തെ പോലെ പുരോഗമനൊന്നും വണ്ടൂരാന്നില്ല, കാട് പ്രദേശം, താമസിക്കാനോ ഒന്നിനും കാര്യം. ഇതിപ്പോ വീട്ടിൽ നിന്ന് സുഖമായിട്ട് പോയി വരിക വേണ്ട. 2003 കൊല്ലം 20ആയില്ലേ. 2003 അക്കാദമിക് ഇയർ 1 വർഷം ഫുള്ള് കിട്ടി ഇവിടെ. 2002 പോന്നിട്ട് പിന്നെന്താ പറയാൻ, അത് റിട്ടയർമെന്റ് ചെയ്യുന്നവരെ ഒരു അത് വിശ്രമവും. എന്നാൽ വീട്, കുട്ടികള്, മക്കള്, അവരുടേതായ പ്രാരാബ്ദങ്ങള്, അവരുടെ കാര്യങ്ങള് എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് അതിനോടൊപ്പം തന്നെ അസുഖമുണ്ട്. അത് ഞാൻ അറിഞ്ഞില്ല. അത് നെഞ്ചുവേദന വന്നു. ആദ്യം
നെഞ്ചുവേദന ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു